NIOS +2 ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും P1 ക്ലാസ്സിലേക്ക് വൺസ് അഗെയിൻ വെൽക്കം. ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏഴാമത്തെ മോഡ്യൂളിലെ പാർട്ട് സെക്ഷൻ 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു കഥയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോറി എബൌട്ട് 2 ഡിയറസ്റ്റ് ഫ്രണ്ട്സ്. 2 ആത്മമിത്രങ്ങളുടെ ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. ബോബ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തും ജിമ്മി വെൽസ് എന്ന് പറഞ്ഞ അവൻ്റെ ആത്മാർത്ഥ സുഹൃത്തും. ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഒരു ട്വിൻസിനെ പോലെ ജീവിതം നയിച്ചു പോരുകയായിരുന്നു ഇവിടെ. അപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ ന്യൂയോർക്ക് നഗരം വിട്ട് വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോകേണ്ടി വന്ന ബോബ് അവസാനമായി പിരിയുന്ന ദിവസം അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് ഭക്ഷണം കഴിച്ച് പിരിയുകയാണ്. അന്ന് അവർ തീരുമാനം എടുക്കുന്നു, ആഫ്റ്റർ 20 years 20 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഇതേ റെസ്റ്റോറൻറ്റിൽ വെച്ച് വീണ്ടും ഒത്തുചേരുമെന്ന്. അങ്ങനെ ഒത്തുചേരാൻ വന്ന ആ ബോബ് എന്ന് പറഞ്ഞ സുഹൃത്ത്, സോ ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ദർ, അവനോട് കാത്ത് നിൽക്കുകയാണ് തൻ്റെ സുഹൃത്തിന് വേണ്ടി. നമ്മൾ സെക്ഷൻ 2ലേക്ക് പോവുകയാണ് ഈ പാഠത്തിൻ്റെ. എല്ലാവരും ടെക്സ്റ്റ് മുമ്പിൽ വെച്ച് ഗോ ത്രൂ ദ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ. വെൻ എബൌട്ട് midway of a certain block, the policeman suddenly slowed his walk. ഈ കഥയിൽ നിങ്ങൾക്കറിയാം, ഒരു പോലീസുകാരൻ തൻ്റെ നൈറ്റ് ഡ്യൂട്ടിയിൽ പാട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെൻ എബൌട്ട് മിഡ്വേ, നടന്ന് ഏതാണ്ട് പകുതി വഴി എത്തിയപ്പോൾ, എ സർട്ടൺ ബ്ലോക്ക്, ദ പോലീസ്മാൻ സഡൻലി സ്ലോഡ് ഹിസ് വാക്ക്. ആ പോലീസുകാരൻ വെല്ലെ തൻ്റെ നടത്തം ഒന്ന് സ്പീഡ് കുറച്ചു. കാരണം എന്താ? അദ്ദേഹം പാട്രോൾ ചെയ്യുകയാണ്. പോലീസുകാർ പാട്രോൾ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, എല്ലാ മുക്കും മൂലയും അരിച്ച് ആണ് അല്ലെങ്കിൽ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ ഡോർവേ, വാതിൽക്കൽ അവിടെ നോക്കിയപ്പോൾ, ഇൻ ദ ഡോർവേ ഓഫ് എ ഡാർക്കൻ ഹാർഡ്വെയർ സ്റ്റോർ എ മാൻ ലീൻ വിത്ത് ആൻ അൺലൈറ്റഡ് സിഗരറ്റ് ഇൻ ഹിസ് മൗത്ത്. അത് അങ്ങോട്ട് നോക്കൂ, അവിടെ ഒരു ഹാർഡ്വെയർ കട നിൽക്കുന്നു. ആ ഹാർഡ്വെയർ കടയുടെ മുമ്പിൽ ലൈറ്റൊന്നുമില്ല, ഇരുണ്ട വെളിച്ചമാണ്, അല്ലെങ്കിൽ ഇരുട്ടാണ്. അവിടെ ഇൻ ദ ഡോർവേ, അതിൻ്റെ വാതിൽക്കൽ എ ഡാർക്ക് ആൻഡ് കറുത്ത അല്ലെങ്കിൽ ഇരുണ്ട ഒരു ഹാർഡ്വെയർ സ്റ്റോർ അവിടെ കാണുന്നു. ആ ഹാർഡ്വെയർ സ്റ്റോറിൻ്റെ മുന്നിൽ എ മാൻ, ഒരു മനുഷ്യൻ, ചാരി നിൽക്കുന്നു. എങ്ങനെ? വിത്ത് ആൻ അൺലൈറ്റഡ് സിഗർ ഇൻ ഹിസ് മൗത്ത്. കത്തിക്കാത്ത ഒരു ചുരുട്ട് തൻ്റെ വായിലും വെച്ചുകൊണ്ട്. സിഗർ എന്ന് പറഞ്ഞാൽ ചുരുട്ട്, പുകയിലുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സിഗരറ്റ്. ആസ് ദ പോലീസ്മാൻ വാക്ക്ഡ് അപ്പ് ടു ഹിം. അപ്പോൾ ഈ പോലീസുകാരൻ അവൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ടു ഹിം. അപ്പോൾ ദ മാൻ സ്പോക്ക്. ആ മനുഷ്യൻ സംസാരിച്ചു ക്വിക്ക്ലി, പെട്ടെന്ന്. പോലീസുകാരൻ തൻ്റെ നേരെ വരുന്നത് കണ്ടപ്പോൾ തന്നെ അവൻ സംസാരിക്കാൻ തുടങ്ങി. എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ആൾ റൈറ്റ് ഓഫീസർ. അങ്ങനെയാണല്ലോ പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലീസ്. ഓഫീസർ, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ് സർ, ഹീസർ അവൻ പറഞ്ഞു. റിയഷ്വറിംഗിലാണ്, തറപ്പിച്ചുറപ്പിച്ച് അദ്ദേഹം പറഞ്ഞു, നത്തിങ് റോങ് സർ ഹിയർ എന്ന് പറഞ്ഞു. ഐ ആം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ എ ഫ്രണ്ട്. യു ആർ എ പോലീസ് മാൻ, യു മേ ഹാവ് ഡൗട്ട് വൈ ഐ ആം സ്റ്റാൻഡിങ് ഹിയർ. നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥൻ, നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഈ രാത്രി ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്നല്ലേ. എന്നാൽ കേട്ടോളൂ, ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ എ ഫ്രണ്ട്. ഞാനിവിടെ ഒരു സുഹൃത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ എ ഫ്രണ്ട്. കാരണം ഇറ്റ് ഈസ് ആൻ അപ്പോയിൻമെൻറ്റ്. ഇതൊരു കൂടിക്കാഴ്ചയാണ്. മെയ് 20 years ago, ഞങ്ങൾ 20 വർഷം മുമ്പേ തീരുമാനിച്ചു വെച്ച ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ സുഹൃത്തിനെ കാത്തു നിൽക്കുകയാണ് എന്ന് അയാൾ പോലീസുകാരനോട് പറഞ്ഞു എന്നുള്ളത്. സൗണ്ട്സ് എ ലിറ്റിൽ ഫണ്ണി ടു യു. കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു തമാശയായി തോന്നുമല്ലേ? ഫണ്ണിയാണ് തമാശ, ഡസൻറ്റ് ഇറ്റ് അല്ലേ എന്ന് പോലീസുകാരൻ ചോദിച്ചു. വെൽ, ശരി, ഐ വിൽ എക്സ്പ്ലെയിൻ. ഞാൻ വിവരിച്ചു തരാം. ഇഫ് യു ലൈക്ക് ടു മേക്ക് എ സർട്ടൺ, ഇറ്റ് ഈസ് ആൾ റൈറ്റ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് വിവരിച്ചു തരാം എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം പറയുകയാണ്, എബൌട്ട് ദാറ്റ് ലോങ് എഗോ ദർ യൂസ് ടു ബി എ റെസ്റ്റോറൻറ്റ്. അത് സാറേ, അന്ന് ആ പണ്ട് 20 വർഷം മുമ്പേ, ലോങ് എഗോ, ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു.
ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ ദി സ്റ്റോർ സ്റ്റാൻഡ്, ഇപ്പം ഈ നിൽക്കുന്ന ഹാർഡ്വെയർ കട നിൽക്കുന്ന സ്ഥാനത്ത് ഞങ്ങളന്ന് പിരിയുമ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. റെസ്റ്റോറൻ്റ് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, പോഷ് ഹോട്ടലായിരുന്നു. ആ അന്ന് ഹോട്ടലിൻ്റെ പേര് ബിഗ് ജോ ബ്രാൻഡി റെസ്റ്റോറൻ്റ് എന്നായിരുന്നു. അതായത് ബിഗ് ജോ ബ്രാൻഡി റെസ്റ്റോറൻ്റ് എന്ന പേരുള്ള ഒരു ഹോട്ടലാണ് അന്നുണ്ടായിരുന്നത് ഞങ്ങൾ പിരിഞ്ഞു പോണ സമയത്ത് എന്ന് പറഞ്ഞു. അണ്ടിൽ 5 years ago said the policeman. അത് കേട്ട പോലീസുകാരൻ ഇടയിൽ കയറി പറഞ്ഞു, അതൊരു 5 വർഷം മുമ്പേ വരെ ഉണ്ടായിരുന്നു ആ റെസ്റ്റോറൻ്റ് ഇവിടെ. 5 വർഷം മുമ്പേ അപ്പോൾ റെസ്റ്റോറൻറ്റ് പൂട്ടുകയും ആ സ്ഥാനത്ത് ഈ ഹാർഡ്വെയർ കട തുടങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന്. ഇറ്റ് വാസ് ടോൺ ഡൗൺ. അത് ടിയർ ഡൗണിൻ്റെ പാസ്റ്റ് ആണ് ടോൺ. ആ കടയെല്ലാം തമർന്നു, പൊളിഞ്ഞു. ദെൻ എന്ന് പറഞ്ഞു. ദ മാൻ ഇൻ ദ ഡോർവേ, അതിൻ്റെ വാതിൽക്കുന്ന ആ മനുഷ്യൻ എന്ത് ചെയ്തു? സ്ട്രക്ക്, ഒരച്ചു, എ മാച്ച് എന്ന് പറഞ്ഞാൽ ഒരു തീപ്പെട്ടിക്കൊള്ളി, ആൻഡ് ലൈറ്റ് കത്തിച്ചു ഹിസ് സിഗർ, അവൻ്റെ ചുരുട്ട്, അവൻ്റെ ചുണ്ടിൽ വെച്ചിരിക്കുന്ന ആ സിഗരറ്റ് കത്തിച്ചു. അപ്പോൾ ദ ലൈറ്റ്, ആ തീപ്പെട്ടിക്കൊള്ളി ഒരതിയപ്പോൾ അതിൻ്റെ പ്രകാശം ഉണ്ടല്ലോ, ഷോവ്ഡ് കാണിച്ചു എ പെയിൽ, ഒരു വിളറിയ, സ്ക്വയർ ജോയ്ഡ്, ഒരു ചതുരാകൃതിയിലുള്ള താടിയോട് കൂടിയ ഫേസ്, മുഖം, വിത്ത് കീൻ ഐസ്, ജാഗ്രതയോട് കൂടിയ കണ്ണുകളോട് കൂടിയുള്ള ഒരു മുഖം, ആൻഡ് എ ലിറ്റിൽ വൈറ്റ് സ്കാർ നിയർ ഹിസ് റൈറ്റ് ഐബ്രോ. അവൻ്റെ റൈറ്റ് പുരികത്തിൻ്റെ കൂടെ ഒരു മുറിപ്പാടും കാണുന്നുണ്ട്. ഒരു ചെറിയ ഒരു വില്ലനിറ്റി കാണിക്കുന്ന രീതിയിൽ ഒരു സ്കാറ് അവൻ്റെ ഇടത്തല വലത്തെ പുരികത്തിൻ്റെ അടുത്തു കൂടെ ഒരു മുറിവെന്തോ പറ്റിയ ഒരു സ്കാർ കാണുന്നു. പിന്നെ അത് ഈ പോലീസുകാരനെ കാണാൻ കഴിഞ്ഞത് അദ്ദേഹം ചുരുട്ട് കത്തിക്കാൻ വേണ്ടി തീപ്പെട്ടി ഉരതിയപ്പോഴാണ്. ഹിസ് സ്കാർപ്പ് പിൻ വാസ് എ ലാർജ് ഡയമണ്ട്. ഇനി അവൻ്റെ സ്കാർപ്പ് കുത്തുന്ന ആ പിന്നുണ്ടല്ലോ, ഒരു വലിയ ഡയമണ്ട് ആയിരുന്നു, രത്നമായിരുന്നു. ഓഡ്ലി സെറ്റ്, അത് അലസമായി അവിടെ സെറ്റ് വെച്ചിരിക്കുന്ന ഒരു വൈരക്കല്ലുകൊണ്ടായിരുന്നു അവൻ്റെ സ്കാർപ്പ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വീണ്ടും ഒരു സംഭാഷണം തുടരുകയാണ്. എന്താ? 20 years ago tonight, ഇന്നേക്ക് 20 വർഷം മുമ്പേ, സെദ്ദമേൻ, ആ മനുഷ്യൻ വീണ്ടും പോലീസുകാരന് പറഞ്ഞു, ഇന്നേക്ക് 20 വർഷം മുമ്പേ, ഐ ഡിൻഡ് ഹിയർ, ഞാൻ ഇവിടെ വെച്ച് ഡിന്നർ കഴിച്ചതാണ്, അറ്റ് ദ ബിഗ് ജോ ബ്രാൻഡീസ് എന്ന് പറഞ്ഞ ആ റെസ്റ്റോറൻറ്റിൽ വിത്ത് ജിമ്മി വെൽസ്. നിങ്ങൾക്ക് അറിയുമോ സർ? എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ ജിമ്മി വെൽസുമായി ഇവിടെ ഉണ്ടായിരുന്ന റെസ്റ്റോറൻറ്റിൽ വെച്ച് 20 വർഷം മുമ്പേ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതാണ്. മൈ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു. ആൻഡ് ദ ഫൈനസ്റ്റ് ചാപ്പ്, ഏറ്റവും നല്ല പയ്യനായിരുന്നു ഇൻ ദ വേൾഡ്, ഈ ലോകത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സുന്ദര മനോഹരമായിരിക്കുന്ന മിടുമിടുക്കനായിരിക്കുന്ന പയ്യനായിരുന്നു. അങ്ങനെ ഹി ആൻഡ് ഐ, അവനും ഞാനും റേസ്ഡ്, വളർന്നതാണ് ഇൻ ന്യൂയോർക്ക്. ഈ ന്യൂയോർക്ക് നഗരത്തിൽ ഞങ്ങൾ രണ്ടുപേരും ആ പ്രായം വരെ വളർന്നവരാണ്, ഒറ്റക്കെട്ട ഒരു ശരീരം എന്ന പോലെ. ജസ്റ്റ് ലൈക്ക് 2 brothers ടുഗദർ, 2 സഹോദരന്മാരെ എന്ന പോലെ. ഞങ്ങൾ രണ്ടും ഒരമ്മ പ്രസവിച്ച ജ്യേഷ്ഠൻ അനിയന്മാരെ പോലെ ടുഗദർ ഒന്നിച്ച് ഇവിടെ ഈ ന്യൂയോർക്ക് നഗരത്തിൽ വളർന്നവരായിരുന്നു അതുവരെ. ഐ വാസ് 18, അന്ന് എനിക്ക് 18 വയസ്സായിരുന്നു. 18 ആൻഡ് ജിമ്മി വാസ് 20. എന്നേക്കാൾ 2 വയസ്സ് കൂടുതൽ ജിമ്മിക്ക് അന്ന് 20 വയസ്സുമായിരുന്നു. അങ്ങനെ ദ നെക്സ്റ്റ് മോർണിംഗ്, അന്ന് പിരിഞ്ഞ പിറ്റേ ദിവസം, ഐ വാസ് ടു സ്റ്റാർട്ട് ഫോർ ദ വെസ്റ്റേൺ കൺട്രീസ്. അന്ന് ഞങ്ങൾ പിരിഞ്ഞതിന് പിറ്റേ ദിവസം ഞാൻ പാശ്ചാത്യ രാജ്യങ്ങൾ, പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പോയി. ടു മേക്ക് മൈ ഫോർച്യൂൺ, എൻ്റെ സൗഭാഗ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി. അങ്ങനെയാണല്ലോ നമ്മളെപ്പോഴും ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയില്ല, നമ്മൾ ഈ നാട്ടിൽ നിൽക്കുമ്പോൾ മറ്റു രാജ്യത്തേക്ക് കുടിയേറി. അങ്ങനെ ഞാൻ ഇവിടെ ന്യൂയോർക്ക് നഗരത്തിൽ നിന്നാൽ എൻ്റെ ഭാവി സുരക്ഷിതമാകില്ല, സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ അന്ന് ഈ നഗരം വിട്ടുപോയതാണ്. എവിടേക്ക്? ടു ദ വെസ്റ്റേൺ കൺട്രി, ഇംഗ്ലണ്ട് മുതലായ രാജ്യങ്ങളിലേക്ക് പോയാണ് എന്ന് പറഞ്ഞു. യു കുഡിൻറ്റ് ഹാവ് ഡ്രാഗ്ഡ് ജിമ്മി ഔട്ട് ഓഫ് ന്യൂയോർക്ക്. പിന്നെ ഒരു കാര്യം പറയട്ടെ സാറേ, എൻ്റെ സുഹൃത്തായ ജിമ്മിയെ ഈ ന്യൂയോർക്ക് നഗരത്തിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകാൻ ഒത്തിരി പ്രയാസമാണ്. അവന് കയറ് കെട്ടിയ വലിച്ചാൽ അവൻ പോരില്ല. കാരണം
ചില ആൾക്കാർക്ക് താൻ ജനിച്ചു വളർന്ന രാജ്യത്തോടുള്ള കൂറുണ്ടായിരിക്കും. ആ മണ്ണ് വിട്ട് അവരെവിടെയും പോകാൻ തയ്യാറാവില്ല. അങ്ങനത്തെ ഒരു നാഷണലിസ്റ്റ് ഫീലിംഗ് ഉള്ള ഒരു സുഹൃത്തായിരുന്നു ജിമ്മി വെൽസ്. അതുകൊണ്ട് യു കുഡന്റ് ഹാവ് ഡ്രാഗ്ഡ് ജിമ്മി ഔട്ട് ഓഫ് ന്യൂയോർക്ക്. ന്യൂയോർക്കിൽ നിന്ന് ജിമ്മിയെ വലിച്ചു കൊണ്ടുപോകാൻ സാധ്യമല്ല. ഹി തോട്ട്, അവൻ ചിന്തിച്ചു. ഇറ്റ് വാസ് ദ ഓൺലി പ്ലേസ് ഓൺ എർത്ത്. കാരണം അവൻ ചിന്തിക്കുന്നത് ഇതാണ് ഭൂമിയിലെ ഒരേ ഒരു സുരക്ഷിതമായ സ്ഥലം, വേറെ സ്ഥലമില്ല എന്ന പോലെ, ഞാൻ ഇവിടെ വിട്ട് എങ്ങോട്ടുമില്ല എന്ന് ചിന്തിച്ച് ഇവിടെ തന്നെ തങ്ങിയ എൻ്റെ സുഹൃത്താണ് ജിമ്മി വെൽസ്. ആ ജിമ്മി വെൽസിനെ കാണാൻ വേണ്ടിയാണ് സർ ഞാനിപ്പോൾ ഇവിടെ കാത്തു നിൽക്കുന്നത്. അന്ന് പിരിഞ്ഞു പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനമാക്കിയാണ് എന്ന് പറയുന്നു വെൽസ്. വി എഗ്രീഡ്, അന്ന് ഞങ്ങൾ സമ്മതിച്ചു. ദാറ്റ് നൈറ്റ്, അന്ന് രാത്രി എന്താ ദാറ്റ് വി വുഡ് മീറ്റ് ഹിയർ, ഞങ്ങൾ ഇവിടെ കണ്ടുമുട്ടും. വി വുഡ് മീറ്റ്, ഞങ്ങൾ എഗെയിൻ, വീണ്ടും. എക്സാക്ട്ലി കറക്റ്റ്ലി 20 years, കൃത്യമായി 20 വർഷത്തിന് ശേഷം, ഫ്രം ദ ഡേറ്റ് ആൻഡ് ടൈം, ഈ സമയവും ഈ ഡേറ്റും തൊട്ട് കറക്റ്റ് 20 വർഷമാകുമ്പോൾ നീ ഇവിടെ വരണം, ഞാനും ഇവിടെ വരും. ഇല്ലേ, നമ്മൾ ഈ സ്കൂൾ കോളേജ് ക്യാമ്പസൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ ഓട്ടോബയോഗ്രഫി ഒക്കെ എഴുതി നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇത്ര വർഷത്തിന് ശേഷമൊക്കെ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം എന്നൊക്കെ പറഞ്ഞു പോകാറുണ്ടല്ലോ. അതുപോലെ നോ മാറ്റർ വാട്ട് എവർ ഓർ വാട്ട് അവർ കണ്ടീഷൻ, നമ്മുടെ കണ്ടീഷൻ എന്ത് തന്നെയായാലും, നീ അധോഗതിയിലായാലോ ഊർധ്വഗതിയിലായാലും, നീ സാമ്പത്തികമായി മെച്ചമാണെങ്കിലും അല്ലെങ്കിലും, നമ്മൾ രണ്ടുപേരും ഇവിടെ കണ്ടുമുട്ടും. അവർ കണ്ടീഷൻ മൈറ്റ് ബി, ആയിക്കോട്ടെ, നമ്മുടെ കണ്ടീഷൻ എന്ത് തന്നെയായാലും, ഓർ ഫ്രം വാട്ട് ഡിസ്റ്റൻസ്, എത്ര ദൂരത്തായാലും നമ്മൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടും. വി മൈറ്റ് ഹാവ് ടു കം, നമ്മൾ വരണമെന്ന്. അങ്ങനെ വി ഞങ്ങൾ ഫിഗേർഡ് ആയി ദ 20 years ഈച്ച് ഓഫ്, ഞങ്ങൾ രണ്ടുപേരും ആ 20 വർഷം പിന്നിട്ടു. ടു ഹാവ് അവർ ഡെസ്റ്റിനി, ഞങ്ങളുടെ ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട്, വിധി നിർണ്ണയം നടത്തിക്കൊണ്ട്, ഡെസ്റ്റിനി വിധി വർക്ക് ഔട്ട്, ഞങ്ങൾ രണ്ടുപേരും വർക്കൗട്ട് ചെയ്തു. ആൻഡ് അവർ ഫോർച്യൂൺ, ഞങ്ങളുടെ സൗഭാഗ്യം നമ്മെ ആക്കി, മെയ്ഡ് വാട്ട് എവർ ദേ, അതെന്ത് തന്നെ ആയിക്കോട്ടെ, ദേ വർ ഗോയിങ് ടു ബി. നമ്മുടെ ഫോർച്യൂൺ എന്ത് തന്നെയാണെങ്കിലും, സൗഭാഗ്യം എന്ത് തന്നെയായാലും കുട്ടാ, നമ്മൾ രണ്ടുപേരും വീണ്ടും ഇവിടെ ഒന്നിച്ചു ചേരുമെന്ന് ഒന്നിച്ച് തീരുമാനമെടുത്ത് ഈ റെസ്റ്റോറൻറ്റ് മുമ്പിൽ വെച്ച് പിരിഞ്ഞു പോയതാണ്. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ ആ റെസ്റ്റോറൻറ്റ് കാണുന്നില്ല. പകരം അവിടെ ഒരു ഹാർഡ്വെയർ ഷോപ്പാണ് കണ്ടത്. ഈ കാര്യങ്ങളെല്ലാം ആ പോലീസുകാരനോട് ഈ ബോബ് എന്ന് പറഞ്ഞ സുഹൃത്ത് തിരിച്ചു കൊടുക്കുന്നതോടുകൂടി നമ്മുടെ സെക്ഷൻ 2 ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, PVN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. NOS ബന്ധപ്പെട്ട വീഡിയോകളും മറ്റ് സമകാലീന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത്, നല്ല വീഡിയോസുകളെല്ലാം നിങ്ങൾ ബെൽ ബട്ടണൊക്കെ ഒന്ന് അമർത്തി ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു.